EP തൊടുത്തുവിടുന്ന വിവാദങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയതാണ്. അന്നു മുതൽ ഇതുവരെയുള്ള സർക്കാരിൻ്റെ ഗ്രാഫ് നോക്കുക. സർക്കാരിൻ്റെ ഗ്രാഫ്, പിണറായി സർക്കാരിൻ്റെ പ്രതിച്ഛായ മങ്ങിയ ഗ്രാഫ്. പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തി പോരാട്ടം തുടങ്ങി. 3 ജില്ലാ സെക്രട്ടറിമാരെയും മത്സരരംഗത്തിറക്കി. സിറ്റിംഗ് MLA-മാരെ മത്സരരംഗത്തിറക്കി. അങ്ങനെയൊക്കെ പാർട്ടി സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടത്തി ഇലക്ഷൻ നേരിടുന്ന ദിവസമാണ് പ്രകാശ് ജാവദേക്കറുമായി ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയ സംഭവം പുറത്തു വരുന്നത്. അതിനുശേഷം സർക്കാരിൻ്റെ പ്രതിച്ഛായക്കേറ്റ മങ്ങൽ, ആ ബോംബിന് ശേഷം, അതായത് EP-യുടെ ആ വെളിപ്പെടുത്തലിന് ശേഷം ഇപ്പോൾ സർക്കാരിന് ഇങ്ങോട്ടുള്ള സമയം നോക്കുക. ഈ ഉപതെരഞ്ഞെടുപ്പ് വരെയുള്ള കാലഘട്ടം, കാലഘട്ടത്തിൽ സർക്കാർ എത്ര വിവാദങ്ങളെയാണ് നേരിട്ടത്. ഒന്നാമത് എടുത്തു പറയേണ്ടത്, ഈ ലോക്സഭാ റിസൾട്ട് വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രവർത്തന ശൈലി മാറ്റണം. പ്രവർത്തന ശൈലി ജനങ്ങളെ വെറുപ്പിക്കുന്നതാണ്. മന്ത്രിസഭയിലെ മന്ത്രിമാർ യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്തവരാണ്. മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ പ്രമുഖ സ്ഥാനത്തേക്കോ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പാഴ്ശ്രമങ്ങളാണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്നുള്ള ആക്ഷേപമുയർന്നു. അതിനു മുമ്പ് സർക്കാർ നടത്തിയിരുന്ന നവകേരള സദസ്സ്, അതുപോലെ കേരളീയം പരിപാടി, ഇതൊക്കെ ധൂർത്താണെന്ന് അണികൾ തന്നെ വിമർശനം ഉന്നയിച്ചു തുടങ്ങി. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ശൈലി മാറ്റാതിരിക്കാൻ നിവൃത്തിയുണ്ടായില്ല. അങ്ങനെ വിവാദങ്ങളുടെ ഒരു കൂമ്പാരത്തിനിടയിൽ പാർട്ടി അണികൾ തന്നെ വെറുക്കുന്നുവെന്ന തിരിച്ചറിവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിക്കാൻ തുടങ്ങി. ചിരിക്കുമ്പോഴും അതും വിമർശനമായി വന്നു തുടങ്ങിയപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ വാക്യം നമുക്ക് ഓർമ്മയുണ്ടാകും. അദ്ദേഹം പറഞ്ഞു, ഒരാൾ ചിരിക്കാതിരുന്നാലും ദോഷം, ശൈലി മാറ്റത്തിൻ്റെ ഭാഗമായി ചിരിച്ചാലും നിങ്ങൾ ദോഷം പറയുന്നു എന്ന തരത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ, അതായത് പാർട്ടിയുടെ സെക്രട്ടറി, പറഞ്ഞത് ഓർമ്മയുണ്ടാകും. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെയുള്ള ആരോപണങ്ങൾ, എക്സാലോജിക്കിൻ്റെ അഴിമതി ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന ഗൂഢാലോചനയെക്കുറിച്ച് പറഞ്ഞ ആരോപണങ്ങൾ, ഇതൊക്കെ തന്നെ സർക്കാരിനെ വളരെയധികം ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഈ തങ്ങളുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടമൊന്നുമില്ല എന്ന് പുറത്ത് ക്യാപ്സ്യൂളുകൾ ആളുകൾ ഇങ്ങനെ വിതരണം ചെയ്യുമ്പോഴും സർക്കാരിൻ്റെ പുരോഗമനകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് യാതൊന്നും മാധ്യമങ്ങളിൽ വന്നതുമില്ല. വന്നതൊക്കെ തന്നെ ഇത്തരം വിവാദങ്ങളായിരുന്നു. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം കലക്കൽ, അതിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്നിരുന്ന ക്രമസമാധാന ചുമതലയുള്ള MR അജിത് കുമാർ ADGP, അദ്ദേഹത്തിൻ്റെ RSS ബാന്ധവം പുറത്തു വരുന്നു. അതും സർക്കാരിന് തലവേദന സൃഷ്ടിച്ചു. എങ്ങനെ MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള നീക്കങ്ങളുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പലതവണ പറഞ്ഞു, അന്വേഷണം നടക്കുന്നു, ത്രിതല അന്വേഷണം, DGP തല അന്വേഷണം എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും റിപ്പോർട്ടുകളൊക്കെ ADGPക്ക് എതിരായിരുന്നുവെങ്കിലും ADGPയെ സംരക്ഷിക്കുന്ന നിലയായിരുന്നു. ഒടുവിലൊരു സ്ഥലം മാറ്റം പോലൊരു മാറ്റം കൊടുത്ത് ADGPയുടെ കേസ് അവസാനിപ്പിക്കേണ്ടി വന്നു. അതൊരു വലിയ സംഭവമായി. അതുപോലെ തന്നെ IPS തലത്തിൽ നടന്ന വാഗ്വാദങ്ങൾ, മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിൻ്റെ ഓഡിയോ സംഭാഷണം പുറത്തു വന്നത്, MR അജിത് കുമാറിൻ്റെ വ്യാജ സ്വത്ത് വിവരങ്ങൾ പുറത്തു വന്നത്, ഇതൊക്കെ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി. എല്ലാം ലോക്സഭാ ഇലക്ഷന് ശേഷമാണെന്ന് ഓർക്കണം. വീണ വിജയനെതിരെ നേരത്തെ ആരോപണങ്ങൾ വന്നിരുന്നുവെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും അത് കത്തിക്കാളി നിന്നു. എക്സാലോജിക്ക്, അതുപോലെ തന്നെ അവരുടെ മൊഴിയെടുപ്പ് ചെന്നൈയിൽ നടന്നു. ഇതൊക്കെ ഈ സമയത്ത് വന്നതാണ്. ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലായിരുന്നു. അതുപോലെ PRDയിൽ നടന്ന അഴിമതികൾ, ഇടപാടുകൾ, PRDയെ പൂർണ്ണമായി ഒഴിവാക്കി നിർത്തിയിട്ട സ്വകാര്യ ഏജൻസികൾക്ക്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സ്റ്റാഫിൻ്റെ മകന് കൊടുത്ത ഓർഡറുകൾ, ഇതെല്ലാം വിവാദമായി പുറത്തു വന്നു. മറ്റൊന്ന് PR കമ്പനിയുടെ വിവാദം. മലപ്പുറം ജില്ലയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എന്ന വ്യാജേന PR കമ്പനി കൊടുത്തതാണെങ്കിലും അത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന തരത്തിലുള്ള വിമർശനം. PP ദിവ്യ ഉയർത്തിക്കൊണ്ടുവന്ന സംഭവങ്ങൾ, നാണം കെടുത്തിയ സംഭവം, നവീൻ ബാബുവിൻ്റെ മരണവും അനുബന്ധ വിഷയങ്ങളും കൃത്യമായി അറിയാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് വരെയുള്ള കാലത്ത് ആകെ കലുഷിതമായിരുന്നു. പുരോഗമനം എന്ന് പറയാൻ സീപ്ലെയിനും അതുപോലെ ചില കാര്യങ്ങളുമൊക്കെ കൊണ്ടുവന്നെങ്കിലും അതൊക്കെയും വിവാദങ്ങളുടെ പിടിയിൽ അമർന്നുപോയി. ഒരു വിവാദത്തിൽ നിന്ന് അടുത്ത വിവാദത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു കുരുക്കിൽ നിന്ന് മറുകുരുക്കിലേക്ക്, അങ്ങനെ ഊരാക്കുടുക്കിൽ ഉഴലുന്ന അവസ്ഥയാണ് PV അൻവർ, അതായത് EP ജയരാജൻ്റെ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച മുതൽ, ആ വിവാദം മുതൽ ഇപ്പോൾ നടക്കുന്ന ആത്മകഥാ വിവാദം വരെയുള്ള സംഭവങ്ങൾ പരിശോധിച്ചാൽ സർക്കാർ ഇപ്പോഴും ശ്വാസം മുട്ടിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് മാറി ഒരു ദിശ വരണമെങ്കിൽ
ഇതിനൊക്കെ കുരുക്കഴിക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റം കൊണ്ട് മാത്രം സാധ്യമല്ല. പാർട്ടി തന്നെ സ്വയം തിരുത്തണമെന്ന EP ജയരാജൻ്റെ വാക്കുകൾ, തിരുത്തണമെന്ന് പറയണമല്ല, തിരുത്തപ്പെട്ടേ തീരൂ എന്ന EP-യുടെ പുസ്തകത്തിലെ സന്ദേശം എടുത്ത് പറയേണ്ടി വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.